ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വചനപ്രകാശനം എന്ന സുവിശേഷ പ്രഘോഷണ പരമ്പരയുടെ പുതിയ നിയമസഭയിലെ പൗരോഹിത്യം എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരവും ലേവ്യ ക്രമപ്രകാരവുമുള്ള പഴയ നിയമത്തിലെ രണ്ട് പൗരോഹിത്യങ്ങൾ യേശുക്രിസ്തുവിൽ ഒന്നായി തീരുകയും പുതിയ നിയമസഭയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിലൂടെ മശീഹൈക പൗരോഹിത്യം, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പകർന്നു നൽകുകയും ചെയ്തു. യേശുക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിലൂടെ വളരെ വ്യക്തമായി നൽകുന്നത്, പ്രത്യേകിച്ചും എബ്രായ ലേഖനത്തിലൂടെ. എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 6, 7, 8 അധ്യായങ്ങൾ ശരിക്കും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച്, അല്ലെങ്കിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ്, നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ട് ആ മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്താണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് 25-ാമത്തെ വാക്യത്തിൽ, 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകും. അപ്പോൾ ഇന്ന് യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കാൽവരി ക്രൂശിൽ നടന്ന ബലി പഴയ നിയമ ബലിയുടെ യഥാർത്ഥ പൊരുളായിരുന്നു. പഴയ നിയമ ബലികൾ നിഴലായിരുന്നു. നമുക്കറിയാം, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പാപയാഗ രക്തവുമായിട്ട് കയറി ചെന്ന് അതിവിശുദ്ധ സ്ഥലത്ത് രക്തമർപ്പിച്ച് തിരിച്ചു വന്ന് ജനത്തെ അനുഗ്രഹിക്കുമ്പോഴാണ് ആ ബലി പൂർത്തിയാകുന്നത്. ആദ്യം ഊനമില്ലാത്ത ആട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിക്കുവാനായിട്ട് മനുഷ്യർ ഓരോരുത്തർ അവരവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. അവരവരുടെ പാപം ആ ആടിന്മേൽ ചുമത്തിയിട്ട് തലയിൽ കൈവച്ച് ആടിന്മേൽ പാപം ചുമത്തി ആ ആടിനെ യാഗമായി അറുക്കുന്നു. ആ രക്തവുമായി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കരകയറിപ്പോകുന്നു. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കരകയറിപ്പോകുന്ന മഹാപുരോഹിതൻ അവിടെ രക്തമർപ്പിച്ച് ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മഹാമധ്യസ്ഥത നടത്തുകയാണ്. ആ മധ്യസ്ഥത പൂർത്തീകരിച്ച് തിരിച്ചു വന്ന് ജനത്തെ അനുഗ്രഹിക്കുമ്പോഴാണ് ഈ ബലി പൂർത്തിയാകുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ യാഗം ഈ പഴയനിയമ യാഗത്തിൻ്റെ നിഴലായി നടന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ, 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, മഹാപുരോഹിതൻ പാപപരിഹാരമായ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. എത്ര മനോഹരമായിട്ട് ആ സാദൃശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഈ യാഗരക്തം ഇതുപോലെ അതിവിസ്ഥലത്ത് അർപ്പിക്കപ്പെട്ടിട്ട് ആ ഉടൽ
മൃഗത്തിൻ്റെ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കുന്നു. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ യാഗം, യഥാർത്ഥ യാഗം നടന്നത് കാൽവരി ക്രൂശിലല്ല. അത് ആരംഭിച്ചത് പെസഹ ആചരിക്കുന്ന സമയം മർക്കോസിൻ്റെ മാളികയിൽ വെച്ചിട്ടാണ്. മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് യേശുക്രിസ്തു തൻ്റെ ആത്മീക ശരീരവും രക്തവും വേർപെടുത്തി ശിഷ്യന്മാർക്ക് അപ്പവീഞ്ഞുകളിലേക്ക് പകർന്ന് ഭക്ഷണയോഗ്യമാക്കി അപ്പവീഞ്ഞുകളാക്കി ശിഷ്യന്മാർക്ക് നൽകി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണം. ഏത് ചെയ്യണം? യേശുക്രിസ്തു തൻ്റെ യാഗരക്തം പാപമോചനത്തിനായി അർപ്പിച്ചു എന്ന ആ ഓർമ്മയ്ക്കായി അതിന് നന്ദി കരയേറ്റിക്കൊണ്ട് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആ അപ്പവീഞ്ഞുകൾ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങൾ അനുഭവിക്കണം. അപ്പോൾ സ്തോത്രയാഗമായി യേശുക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച യാഗം നമുക്കൊരിക്കലും തുടരാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ യാഗത്തിൻ്റെ തുടർച്ചയായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ രക്തവുമായി കയറേറിപ്പോയിരിക്കുന്ന കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി അവിടെ മഹാമധ്യസ്ഥത നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു എന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ മഹാമധ്യസ്ഥത തുടർന്നുകൊണ്ടിരിക്കുന്നു. മഹാപൗരോഹിത്യ ശുശ്രൂഷ സ്വർഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ തുടർന്നുകൊണ്ടിരിക്കുന്ന മഹാപൗരോഹിത്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കർത്താവ് കൽപ്പിച്ചതുപോലെ ആ യാഗത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ സ്തോത്രമർപ്പിക്കുന്ന ആ സ്തോത്രയാഗമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന. അതിന് യൗക്കാരിസ്റ്റിയ എന്ന വാക്കുപയോഗിക്കുന്നത് സ്തോത്ര ബലി എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയെ ബലി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് സ്തോത്ര ബലിയാണ്, അതിന് നന്ദി കരേറ്റിക്കൊണ്ടുള്ള ബലിയാണ്. രണ്ടാമത് അതിനെ ബലി എന്ന് പറയാൻ കാരണം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച യാഗത്തിന് തുടർച്ചയായിട്ടുള്ള മഹാപൗരോഹിത്യ ശുശ്രൂഷ സ്വർഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ബലി സ്വർഗത്തിൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മഹാപൗരോഹിത്യ ശുശ്രൂഷ, ആ മധ്യസ്ഥത തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ഏകീഭവിച്ചുകൊണ്ട് ആ യാഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആരാധനയായതിനാൽ ഈ വിശുദ്ധ കുർബാനയെ, ഈ ആരാധനയെ ബലി എന്ന് വിളിക്കുന്നു. പ്രധാനമായും പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് സ്തോത്ര ബലിയാണെന്നാണ്, അല്ലാതെ ഇത് മറ്റൊരു ബലിയല്ല. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു ഒരു ബലി അർപ്പിച്ചു, ഇന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ ബലി അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നല്ല അതിനർത്ഥം. കർത്താവ് ആ ബലിയുടെ ഭാഗമായിട്ടുള്ള മഹാമധ്യസ്ഥ സ്വർഗത്തിൽ തുടരുന്നതിനാൽ അതിനോട് ഏകീഭവിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ആരാധനയായതിനാൽ അതിനെ ബലി എന്ന് നമ്മൾ വിളിക്കുന്നു. ആ കാൽവരി ക്രൂശിലെ ബലിയിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇനിയും പെസഹ ദിവസം യേശുക്രിസ്തു നടത്തിയത് എന്താണെന്ന് നമുക്കൊന്നുകൂടെ വ്യക്തമാക്കാം. തൻ്റെ ആത്മീക ശരീരവും രക്തവും അവിടെ വെച്ച് വേർപെടുത്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബലി അവിടെ നടന്നു. എന്നിട്ടത് ഭക്ഷണയോഗ്യമായി ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. അപ്പം എടുത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞത് ഇതെൻ്റെ ശരീരമെന്നാണ്. അത് ഗോതമ്പമായിട്ടല്ല അവർ ഭക്ഷിച്ചത്. യേശു പറഞ്ഞത് ഇതെൻ്റെ ശരീരമെന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചിട്ട് ആ മാംസം ഭക്ഷിക്കുന്നത് പോലെ തന്നെ ആ അർത്ഥത്തിലാണ് യേശു പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ്. പക്ഷേ അത് ഭക്ഷണയോഗ്യമായ ഗോതമ്പപ്പത്തിലേക്ക് ആ ശരീരത്തെ പകർന്നിട്ട്, ആത്മീക ശരീരത്തെ പകർന്നിട്ട് യേശു അത് ഭക്ഷണയോഗ്യമാക്കി നൽകി. അതുപോലെ വീഞ്ഞെടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തം. ആ വീഞ്ഞിനെ യഥാർത്ഥത്തിൽ ഭക്ഷണയോഗ്യമായ രക്തമാക്കി യേശു നൽകി. അപ്പോൾ യഥാർത്ഥ യാഗം അവിടെ അവസാനിക്കുകയാണ്.
എന്നാൽ അതിന് ശേഷമുള്ള ഒരു കർമ്മമുണ്ട്. ഈ യാഗം അർപ്പിക്കപ്പെട്ട, ഈ രക്തം അർപ്പിക്കപ്പെട്ട മൃഗത്തിൻ്റെ ഉടൽ, അതാണ് എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ മൃഗങ്ങളുടെ ഉടൽ. അപ്പോൾ ഈ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ രക്തവുമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പോവുകയാണ്. ആ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ പ്രവേശിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ആ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും, അതിന് സാദൃശ്യമായി യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. അപ്പോൾ ഈ ആത്മീയ ശരീര രക്തമൊക്കെ വേർപെടുത്തി ആ ആട്ടിൻകുട്ടി അറക്കുന്ന പ്രക്രിയ അവിടെ നടത്തി. പക്ഷേ ഈ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കണം. ആ പ്രക്രിയയാണ്, അതിന് സാദൃശ്യമായൊരു പ്രക്രിയയാണ് പാളയത്തിന് പുറത്തു പോയി കഷ്ടം അനുഭവിച്ചു. അതിന് പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യഹൂദന്റെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കേണ്ടതിന് ഈ ശരീരം സ്വയം അങ്ങ് വിട്ടുകൊടുത്തു. പാളയത്തിന് പുറത്തുപോയി കഷ്ടം അനുഭവിക്കുക, ആ യഹൂദന്റെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കുന്ന പ്രക്രിയ, ആ യഹൂദന്റെ വാസ്തവത്തിൽ ആ ക്രോധം മുഴുവൻ യേശുക്രിസ്തുവിൽ പകരുകയാണ്, ആ ശരീരത്തിന്മേൽ പകരുകയാണ്. അതാണ് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു തന്നെ പിടിക്കാൻ വന്ന പടയാളികളോട് പറഞ്ഞു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അതുവരെയും യേശു അവരിൽ നിന്ന് മാറിപ്പോയിരുന്നു. കാരണം സമയമായിട്ടില്ലെന്ന് യേശുവിന് അറിയാം. പക്ഷെ സമയമായപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചു, മർക്കോസിന്റെ മാളികയിൽ ഒരുമിച്ച് ചേർന്നു, പെസഹ ആചരിച്ചു. ആ പെസഹയിൽ വെച്ച് യേശു ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് അപ്പം എടുത്ത് വാഴ്ത്തിക്കൊടുത്തു. ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞാൽ വാഴ്ത്തിക്കൊടുത്തു. ഇന്ന് അനേകർ പറയുന്നത് ഈ അനുഭവിക്കുന്നത് സാധാരണ ഗോതമ്പപ്പവും വീഞ്ഞുമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അനേകർ പഠിപ്പിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് തന്നെയാണ്. അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുക നമുക്ക് സാധ്യമല്ല. ക്രിസ്തു നേരെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ശരീരം ആ സമയത്ത് ഇത് അവിടെ മുറിക്കപ്പെട്ടില്ല. അവിടെ പിന്നീട് സഭയിൽ ഇത് തുടരേണ്ടതിനായിട്ട് ഭക്ഷണയോഗ്യമായ അപ്പവീഞ്ഞുകളാക്കി സാദൃശ്യമാക്കി കൊടുത്തിട്ട് യേശു പറഞ്ഞു, അപ്പം കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മീകമായി അത് യേശുവിൻ്റെ ശരീരമാണ്. വിശ്വസിക്കുന്നവർക്ക് അത് ശരീരമാകുമെന്നല്ല. ആ വിശുദ്ധ കുർബാനയിൽ ആ അപ്പവീഞ്ഞുകൾ ശരീരവും രക്തവുമായി മാറുകയാണ്. ഈ സ്തോത്രയാഗം അർപ്പിച്ച്, നമ്മൾ ഈ സ്തോത്ര ബലി അർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അന്ന് ശിഷ്യന്മാർ അനുഭവിച്ച അപ്പവീഞ്ഞുകൾ എപ്രകാരമായി ശരീരം രക്തവുമായി മാറിയോ, അതുപോലെ തന്നെ ഇന്ന് ഈ സഭ നിലനിൽക്കുന്നിടത്തോളം കാലം വിശ്വാസികൾക്ക് ജീവന്റെ അപ്പമായി ഈ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും മാറുകയാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് വിളിച്ചു. ഇതിനെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇത് വിശദമായി യേശു പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അതായത് ക്രിസ്തു യാഗമായി തീരുന്ന കാര്യമാണ് ക്രിസ്തുവോട് പറയുന്നത്. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന അപ്പമായി ഞാൻ രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ രൂപാന്തരീകരണമാണ് യേശുക്രിസ്തു ജീവന്റെ അപ്പമായി തീരുന്ന ആ രൂപാന്തരീകരണമാണ് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ അർപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്ന് അതിനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നാണ് സഭാപിതാക്കന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. വിശ്വാസം അതാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും അതുപോലെ എബ്രായലേഖനം ഈ മുഴുവനുമായി പഠിക്കുമ്പോൾ, എബ്രായലേഖനം പ്രത്യേകിച്ചും 6 മുതൽ 13 വരെയുള്ള ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെയെല്ലാം വിവിധ ഭാഗങ്ങളിലായി പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കേണ്ടതിന് വേണ്ടി ശരീരം വിട്ടുകൊടുത്തു.
അങ്ങനെ നഗരവാതിലിന് പുറത്തു കൊണ്ടുപോയി അവർ ആ രക്തം എടുത്ത് അതിവിശലത്തിലേക്ക് കൊണ്ടുപോയ ആ മൃഗത്തിൻ്റെ ഉടൽ ദഹിപ്പിക്കുന്നത് പോലെ അതിന് സദൃശമായൊരു പ്രക്രിയയാണ് കാൽവരി ക്രൂശിൽ നടന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശദമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന്റെ പുറത്തുപോയി കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇനിയും അതിനെ താഴേക്ക് വായിക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിന്റെ യാഗത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ നാം രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ നാം അർപ്പിക്കേണ്ടതായ യാഗം എന്തൊക്കെയാണ്? നാം എന്തൊക്കെ യാഗം അർപ്പിക്കാം സാധാരണ വിശ്വാസി എന്നുള്ള നിലയിൽ? ഈ ബലിയർപ്പണത്തിന്, യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിന് നേതൃത്വം നൽകുവാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണ് അപ്പോസ്തലന്മാർ. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി അവർ അപ്പോസ്തലന്മാർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ കൈവയ്പിലൂടെ ഇന്ന് സഭയിൽ പുരോഹിതന്മാർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു അർപ്പിച്ചതുപോലെ ആ അപ്പവീഞ്ഞികളെ സമർപ്പിക്കുവാനും ആ അപ്പവീഞ്ഞികളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് അത് ക്രിസ്തുവിൻ്റെ ശരീരക്തങ്ങളായി രൂപാന്തരം പ്രാപിച്ച് ഭക്ഷണയോഗ്യമായി നമുക്ക് നൽകുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി നിൽക്കുന്നവരാണ് ബഹുമാനപ്പെട്ട പട്ടക്കാർ. ആ സ്ഥാനത്തേക്ക് നമുക്കൊരിക്കലും കയറാൻ സാധ്യമല്ല. ആ സ്ഥാനത്തേക്ക് സഭ നിയോഗിക്കുന്നവർ മാത്രമാണ് ആ സ്ഥാനം അലങ്കരിക്കുന്നത്. അല്ലാതെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള നിലയിൽ എല്ലാവർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ ഓർത്തഡോക്സ് പാരമ്പര്യ സഭകളിലില്ല. കാരണം അവിടെ വ്യക്തമായ ക്രമീകരണങ്ങൾ അതിനുണ്ടാക്കിയിരിക്കുന്നു. ഓരോ ഡ്യൂട്ടി ഓരോരുത്തരെ പരമേൽപ്പിച്ചിരിക്കുന്നു, അതിന് അഭിഷേകം ചെയ്ത് നിയമിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ ജനറൽ പ്രീസ്റ്റ്ഹുഡ് അതെല്ലാവർക്കും ഉള്ളതാണ്. അതാണ് അടിസ്ഥാനപരമായ പൗരോഹിത്യം എന്ന് പറയുന്നത്. അതെല്ലാ വിശ്വാസികൾക്കും ഉള്ളവരാണ്. അവരിൽ നിന്ന് ഈ ഡ്യൂട്ടി ചെയ്യുവാനായിട്ട്, നേതൃത്വം നൽകുവാനായിട്ട് ഓരോ സ്ഥാനികളെ നിയമിച്ചിരിക്കുകയാണ്. AD 105 തന്നെ ഈ ട്രിപ്പിൾ പ്രീസ്റ്റ്ഹുഡ്, അതായത് ഡീക്കൺ, പ്രീസ്റ്റ്, ബിഷപ്പ് എന്ന സ്ഥാനങ്ങൾ. ഡീക്കൺ ശുശ്രൂഷകരായി നിയമിക്കപ്പെടുന്നു. പ്രീസ്റ്റ് ഈ വിശുദ്ധ കുർബാനയും കുദാശകളും അർപ്പിക്കുവാൻ യോഗ്യതയുള്ളവരായി ആ ഡ്യൂട്ടി ചെയ്യുവാൻ അഭിഷേകം ചെയ്ത് അവരെ നിയമിക്കുന്നു. അവരെ ഭരിക്കുവാനായി ഭരണാധികാരത്തോടുകൂടി എപ്പിസ്കോപ്പ, അത് സഭയുടെ നേതൃത്വം നൽകുവാനായി, സഭയെ മൊത്തം ഭരിക്കുവാനായി ബിഷപ്പുമാരെ നിയമിക്കുന്നു. അങ്ങനൊരു 3 ടയർ പ്രീസ്റ്റ്ഹുഡ് സഭയിൽ AD 105 തന്നെ നിലവിൽ വന്നു എന്നാണ് സഭാ പാരമ്പര്യങ്ങൾ പറയുന്നത്, സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയും യേശുക്രിസ്തു നടത്തിയ ഈ യാഗം കൊണ്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ. അത് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം എന്നുള്ള വാക്യം, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഇതാണ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായി, ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ, ആ നിരപ്പിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ആഹ്വാനം ചെയ്യുവാൻ, ആ ശുശ്രൂഷയിലേക്ക്, ആ നിരപ്പിൻ്റെ
അവസ്ഥയിലേക്ക്, ദൈവമായിട്ടുള്ള നിരപ്പിൻ്റെ അവസ്ഥയിലേക്ക് ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് അപ്പോസ്തലന്മാരെന്ന് കൃത്യമായി പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവാണ് ആ നിരപ്പിൻ്റെ ശുശ്രൂഷ യഥാർത്ഥത്തിൽ നിർവഹിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ജനത്തെ ആ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ച് പാപമോചനം നൽകി ആ ദൈവമക്കളാക്കി തീർത്ത് ആ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ അവരുടെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനപതികളാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നവർ. എന്നാൽ കോമൺ പ്രീസ്റ്റ്ഹുഡിൽ നമ്മൾ നടത്തേണ്ടതായ ഓരോ വിശ്വാസിയും സമർപ്പിക്കേണ്ടതായ യാഗങ്ങളുണ്ട്. അത് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പങ്കുചേരുമ്പോൾ, ആ യാഗത്തിലേക്ക് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ സ്വർഗത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ മഹാമധ്യസ്ഥതയോട് ഏകീഭവിച്ച് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ യാഗങ്ങൾ അർപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതെന്തൊക്കെയാണ്? ഒന്നാമത്തെ യാഗം റോമലേഖനം 12-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഞാനൊന്ന് ചുരുക്കമായിരുന്നു അത് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കുക. അത് പെട്ടെന്ന് വായിക്കുന്ന നല്ലതാണ്. കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന വാക്യമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. വിശുദ്ധ കുർബാന യാഗമാണോ എന്ന് ചോദിച്ചാൽ അവിടെ യഥാർത്ഥ യാഗങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് അർപ്പിക്കുന്നത്? അത് വിശ്വാസികൾ അവരുടെ ശരീരങ്ങളെ, അതിന് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുമാണ്. ഓരോ വിശ്വാസിയും ഓരോ അവയവമാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അപ്പം ശരീരത്തെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സഭ മുഴുവനായി തങ്ങളെ തന്നെ യാഗമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ ലോകത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട്, ലോകമോഹങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ജഡത്തിൻ്റെ ചിന്തകളെല്ലാം, ജഡത്തെ പൂർണ്ണമായും ക്രൂശിനോട് ചേർത്ത് വെച്ച് ക്രൂശിച്ചു. ഞാൻ എൻ്റെ ജഡത്തെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ പറയുക, എൻ്റെ ജഡത്തെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. അപ്രകാരം വിശുദ്ധ കുർബാനയിൽ ഈ ശരീരങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒരു യാഗമായി അർപ്പിക്കുക. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസി അർപ്പിക്കേണ്ട ഒന്നാമത്തെ യാഗം. രണ്ടാമത്തെ യാഗത്തെക്കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനത്തിൽ തന്നെയാണ്, 13-ാം അധ്യായത്തിൽ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 15-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതാണ് യുക്കാരിസ്തിയ എന്നൊക്കെ പറയുന്ന ആ പദം ഉപയോഗിക്കുന്നത്. സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അധരഫലമെന്ന സ്തോത്രയാഗം, ദൈവം ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, നന്ദി കരയേറ്റുക. ദൈവസന്നിധിയിൽ നിന്ന് കാൽവരി ക്രൂശിൽ നടന്ന യാഗത്തെക്കുറിച്ചും അതുപോലെ ആ യാഗത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ദൈവം എനിക്ക് നൽകി തന്ന നിത്യജീവനെക്കുറിച്ചും ഓർത്ത് ഇതുവരെയും ദൈവം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ നന്ദിയോടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുക, നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഓരോ നിമിഷവും നമ്മൾ നടന്നു പോകുമ്പോഴും ആ എത്രമാത്രം നന്മകളാണ് നമ്മൾ അനുഭവിക്കുന്ന ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. പതരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അടുത്ത യാഗത്തെക്കുറിച്ച് താഴെ തന്നെ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. നമ്മളൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ
ദൈവം അത് യാഗമായി സ്വീകരിക്കുന്നു. രക്ഷ നമ്മൾ സ്വായത്തമാക്കുന്ന ദൈവത്തിന് ദാനമായിട്ടാണ്. അത് നമ്മുടെ ഒരു പ്രവൃത്തികളും കാരണമല്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ ഒരു പ്രവൃത്തികളും കാരണമല്ല എന്ന് പറയുന്നത് എഫേസ്യർ 2-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രവൃത്തികളും കാരണമല്ല. തൊട്ട് അടുത്ത വാക്യം പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തരുന്ന അനേകം സൽപ്രവർത്തികൾക്കുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ, ആ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ അത് ദൈവം ഒരു യാഗമായി സ്വീകരിക്കുകയാണ്. മറ്റൊന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, ഫെല്ലോഷിപ്പ്. സഭ എന്ന് പറയുന്നത് ഈ ഫെല്ലോഷിപ്പാണ്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി നാം നിൽക്കുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസികൾ അർപ്പിക്കേണ്ടതായ 3 യാഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ശരീരത്തെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുക. അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. നന്മയും കൂട്ടായ്മയുമാകുന്ന യാഗം അർപ്പിക്കുക. നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗം എപ്രകാരം നമ്മുടെ പാപമോചനത്തിന് മുഖാന്തരമായി തീരുന്നു. ഇന്ന് നമുക്കത് അനുഭവിപ്പാൻ കഴിയുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മഹാമധ്യസ്ഥ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ മഹാപൗരത്വ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ യാഗത്തോട്, ആ യാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഹാപൗരത്വ ശുശ്രൂഷയോട് ഏകീഭവിച്ചുകൊണ്ട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഈ അപ്പവീഞ്ഞുകളെ സമർപ്പിച്ച് അത് തിരുശരീരക്തങ്ങളാക്കി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി യേശുക്രിസ്തുവാകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാൻ തക്കവണ്ണം എനിക്ക് യോഗ്യത നൽകുന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പാപമോചന പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിനുള്ള അനേകം മാർഗങ്ങൾ അവിടെയുണ്ട്. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അതിലൂടെ ദൈവം നമ്മെ വിശുദ്ധരായി നീതിമാന്മാരായി എണ്ണുകയും ആ ശരീരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നു. അപ്രകാരം ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാനുള്ള ആത്മീക ശക്തിയും ബലവും പ്രാപിച്ചിട്ടാണ് നാം വിശുദ്ധ കുർബാനയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ പടികൾ ഇതാണ്. ഓരോ വ്യക്തികളും ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ആ പൗരോഹിത്യ സ്ഥാനികളായി, അല്ലെങ്കിൽ ജനറൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയത്, ദൈവം നമ്മളെ ദത്തെടുത്താക്കിയത് ഈ യാഗത്തിൽ പങ്കുചേരുവാനും ആ യാഗമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവാനുമാണ്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ പൗരോഹിത്യ സ്ഥാനികൾ സഭയിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, എപ്രകാരമാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്നാണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിഷയം കൂടെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കാരണവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുവാൻ, കർത്താവെ, യേശുക്രിസ്തുവിൻ്റെ യാഗത്തോട് ഏകീഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അധരഫലമെന്ന സ്തോത്രയാഗം നിരന്തരം നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. നന്മയും കൂട്ടായ്മയുമാകുന്ന യാഗത്തിലൂടെ എന്നെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം സൽപ്രവർത്തികൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കുമാറാകണമേ. സകല മഹത്വ തൃപാദങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.